നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഒന്നടങ്കം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു അടക്കമുള്ള വിവരമാണ് ഡോക്ടർമാരിൽ നിന്നും ആശുപത്രിയിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ വി എസ് അച്യുതാനന്ദൻ സ്വയം ശ്വസിച്ചു തുടങ്ങിയതായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വി കെ ശശിധരൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വെന്റിലേറ്ററിൻ്റെ സഹായം ഇപ്പോൾ ആവശ്യമായി വരുന്നില്ല എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. ഈ വി കെ ശശിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ഒരു കാലഘട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 10-25 വർഷം ആ മനീഷിയുടെ കൈവിരൽ തുമ്പിൽ തൊട്ടു നടന്നതിൻ്റെ കനം എവിടെയൊക്കെയോ തൂങ്ങി നിൽക്കുമ്പോൾ നാട്ടിലെത്തുക എന്നത് ഇതുവരെ ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല. ഒരു പക്ഷേ നാളെ മുതൽ അദ്ദേഹം സ്വയം ശ്വസിച്ചു തുടങ്ങാൻ ഇടയുണ്ട് എന്ന് അന്ന് വൈകുന്നേരം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആശുപത്രി മുറ്റത്ത് തടിച്ചുകൂടിയ ഒരു പിടി ആളുകളുടെ മുഖത്ത് കണ്ട പ്രതീക്ഷയോടൊപ്പം ഞാനും ആശുപത്രി മുറ്റത്ത് തുടരുകയായിരുന്നു. ഓരോ ദിവസവും പൊരുതി മുന്നേറിയ വി എസ് ഇന്ന് മിനിറ്റിൽ 24 തവണ സ്വയം ശ്വസിക്കാനും വെന്റിലേറ്ററില്ലാതെ സ്പന്ദിക്കാനും തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ മാസം 23-ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതാണ്. ഇപ്പോൾ രാജധാനിയിൽ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്നു. ഒരാഴ്ചയ്ക്കകം തിരിച്ചു ചെന്ന് ആ കൈവിരൽ തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്, സ്വയം അദ്ദേഹം ശ്വസിക്കാൻ തുടങ്ങി എന്നതടക്കമുള്ള ആശ്വാസകരമായ വാർത്തകളാണ് പിന്നീട് വന്നത്. വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നതെന്നും ഡയാലിസിസ് തുടരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് 11 ദിവസം മുൻപാണ് വി എസിനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി എസിനെ CPM ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചിരുന്നു. വി എസ് അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നായിരുന്നു അന്ന് അദ്ദേഹം സന്ദർശിച്ചപ്പോൾ. ആ സമയത്ത് അത്രയും ഗുരുതരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി. മരുന്നുകളോട് പ്രതികരിക്കുന്നതാണ് പ്രതീക്ഷ നൽകുന്നത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു MA ബേബി അന്ന് സന്ദർശിച്ചപ്പോൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ ആരോഗ്യാവസ്ഥയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MA ബേബി പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ആശുപത്രിയിലെത്തി വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു. അതേസമയം നമ്മളിൽ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ്. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി. പുലർച്ചെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചത്. ദുബായ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. മയോ ക്ലിനിക്കിൽ 10 ദിവസത്തിലേറെ മുഖ്യമന്ത്രി ചികിത്സയിലായിരിക്കും. പകരം ചുമതല പതിവ് പോലെ ആർക്കും നൽകിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയം. ആരോഗ്യ മേഖലയിലെ വിവാദങ്ങളിൽ സർക്കാർ വലിയ വിമർശനം നേരിടുമ്പോഴാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ചികിത്സാർത്ഥം. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിലായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത്. ദുബായ് വഴിയാണ് യാത്ര. നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായാണ് മുഖ്യമന്ത്രി 10 ദിവസത്തോളം US തങ്ങുക. മിനിയോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് ചികിത്സ തേടിയിരുന്നത് അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചതിലുൾപ്പെടെ ആരോഗ്യരംഗത്തെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സയ്ക്കായിട്ടുള്ള അമേരിക്കയിലേക്കുള്ള പോക്ക് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് ചാണ്ടി ഉമ്മൻ. ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം. ബിന്ദുവിൻ്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകുമെന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രഖ്യാപനം. ബിന്ദുവിൻ്റെ കുടുംബത്തിന് കുറഞ്ഞത് 25 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നായിരുന്നു ചാണ്ടി ഉമ്മനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അതേസമയം സംസ്കാര ചടങ്ങിൻ്റെ ചെലവിന് 50,000 രൂപ ഇന്ന് നൽകുമെന്നായിരുന്നു മന്ത്രി വാസവൻ പറഞ്ഞത്. ബാക്കി ധനസഹായം പിന്നാലെ നൽകുമെന്നും വാസവൻ വ്യക്തമാക്കി. മന്ത്രിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം. ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുക? ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത്. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടിയിരുന്നില്ല. പഴയത് പൊളിക്കാമായിരുന്നു. VN വാസവൻ്റെ ഉത്തരവാദിത്തം കുറച്ചു കാണിക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. കുടുംബത്തെ കാണാൻ ശ്രമിച്ചില്ല. ഒരു CPM നേതാവ് പോലും സംഭവ സ്ഥലത്ത് പോയില്ല. കുടുംബത്തെ കൈയൊഴിയാൻ സമ്മതിക്കില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെന്നതും ഏറെ ശ്രദ്ധേയമാണ്. മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി നിമിഷങ്ങൾക്കകം മടങ്ങുകയായിരുന്നു. പറയാനൊന്നുമില്ലെന്നും എല്ലാ മന്ത്രിമാർ പറഞ്ഞു എന്നുമായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്.
അതേസമയം സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാതെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും സാധ്യമായതെല്ലാം എത്രയും വേഗം ചെയ്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. തകർന്ന കെട്ടിടം മെഡിക്കൽ കോളേജിന്റെ പഴയ ബ്ലോക്കാണ്. JCB അപകട സ്ഥലത്തേക്ക് എത്തിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ആദ്യം 2 പേർക്ക് പരിക്കേറ്റു എന്നായിരുന്നു വിവരം. പിന്നീട് ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് പരാതി വന്നതിന് പിന്നാലെ ഉടൻ തിരച്ചിൽ തുടങ്ങിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. അന്നൊന്നും അതിന് കാര്യമായ ഫണ്ട് വെച്ചിരുന്നില്ല. അടച്ച ബ്ലോക്ക് തന്നെയായിരുന്നു തകർന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ ഒരു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയേക്കും. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ധനസഹായം പ്രഖ്യാപിക്കുക. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ധനസഹായം പ്രഖ്യാപിക്കും. സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധങ്ങൾ തുടരും. ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. വിവിധ പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം KSU, യുവമോർച്ച തുടങ്ങിയ സംഘടനകളും മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. എന്നാൽ മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. തീർച്ചയായിട്ടും ഈ സംഭവം ആളിക്കത്തുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.